ബർത്ത്ഡേ. ടാറ്റ. അച്ഛക്ക് ടാറ്റ പറ. ടാറ്റ ടാറ്റ ടാറ്റ. ഋതു ടാറ്റ. ഞങ്ങള് ടാറ്റ പോവാ. ടാറ്റ. അങ്ങ് ടാറ്റ പറഞ്ഞ പിന്നെ അങ്ങ് പറച്ചില്ല ടാറ്റ. ഹായ് ഋതുട്ടാ. ഹായ് പറ അച്ഛക്ക്. ഹായ് അച്ഛ. ഹായ്. കയ്യിലോട്ട് നോക്കുക എങ്ങനെയാ വെക്കുന്നേന്ന്. ഹായ് പറ പൊന്ന. നമ്മുടെ കുഞ്ഞന്തിയെ ഇന്ന് ഞങ്ങൾ ഋതുട്ടിനെ കൊണ്ടൊന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കറങ്ങലൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്. അധികം ദൂരമൊന്നും ഇല്ലെങ്കിലും അടുത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ മോളെയും കൊണ്ടൊന്ന് പോകാറുണ്ട്. അവൾക്കൊരു സന്തോഷമല്ലേ, അവളുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുത്. അങ്ങനെ വരുന്ന വഴിക്ക് ആളൊന്നും മയങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നേരെ നമ്മൾ ബീച്ചിലോട്ടാട്ടോ വന്നത്. ബീച്ചിലോട്ട് വന്നിട്ട് പിന്നെ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആൾക്കാരൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കച്ചവടക്കാരൊക്കെ വന്നു തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴാണ് ഇതാ കുഞ്ഞ് ബനിയനൊക്കെ കണ്ടത്. മോൾക്ക് വീട്ടിലിടാൻ പറ്റുന്ന നല്ല ടൈപ്പ് ബനിയനാട്ടോ. ഇത് 4 എണ്ണത്തിന് 100 രൂപയുള്ളൂ. ഞാൻ തിരിച്ച് വരുമ്പോൾ നിങ്ങളെ കാണിക്കട്ടെ. ഞാൻ തിരിച്ച് വരുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ നേരെ ഇതാ നമുക്കൊന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങാമെന്ന് എഴുതി. മിക്കപ്പോഴും വരുമ്പോഴത്തേക്ക് കടൽ നന്നായിട്ട് ഇറങ്ങി കിടക്കുവാണെങ്കിൽ അങ്ങോട്ട് ആരെയും ഇറക്കാറില്ല. അങ്ങനെ മുകളിൽ വന്ന് നിന്ന് കണ്ടിട്ട് അങ്ങ് പോകാറേ ഉള്ളൂ. പക്ഷേ ഇന്നാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ കേട്ടോ. നല്ല നിരപ്പിന് കിടപ്പുണ്ടേ. അതുകൊണ്ട് ഋതുവിട്ടനെ ഞാനിന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ആളിനും വെള്ളത്തിലൊന്നും ഇറക്കിയില്ല, കാരണം വെള്ളത്തിൽ ഇറങ്ങാറൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് മോളെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇറക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആളെ സമാധാനിപ്പിച്ചിരിക്കുകയായിരുന്നു. ആളിങ്ങനെ വെള്ളമൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ നല്ല രീതിയിൽ തുള്ളയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു ക്യാരിങ് ബാഗ് എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ എന്നെക്കാളും ഹാപ്പി ആയത് ഋതുട്ടനായിരുന്നു. അതിനകത്ത് അവൾ ഇരുന്ന് തുള്ളലോട് തുള്ളലായിരുന്നു. എനിക്ക് ഋതുട്ടനെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ എൻ്റെ കൈക്ക് നല്ല വേദന വരുന്നുണ്ട്, ഇടത് കൈക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ക്യാരിങ് ബാഗ് വാങ്ങിക്കുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. എന്തൊക്കെ പറഞ്ഞാലും സംഭവം അടിപൊളിയാണ്. ഇത് ഞാൻ കുറച്ച് നേരത്തെ വാങ്ങേണ്ടതായിരുന്നു എന്നിപ്പോൾ ഓർക്കുന്നു. ഇതിനെ ഓർത്ത് ഞാൻ ഖേദിച്ചിട്ടുമുണ്ട്. കാരണം ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് എനിക്ക് വരില്ലായിരുന്നു എന്ന് തോന്നുന്നു കൈക്ക്. കാരണം മോളെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുകയും അത് ചില സമയത്ത് മോൾക്ക് ഭയങ്കര നിർബന്ധമായിട്ടോ. അപ്പോൾ അവൾ ഇങ്ങനെ കയ്യിൽ നിന്ന് ഇറങ്ങത്തേ ഇല്ല. ഇവിടെ കുഞ്ഞൻ്റെ കയ്യിലാണെങ്കിലും ആ ഒരു സമയത്ത് പോയില്ല. ഞാൻ തന്നെ എടുത്തുകൊണ്ട് നടക്കണം. കിച്ചൺ ജോലിയൊക്കെ ആണെങ്കിലും തന്നെ മോളെ നമ്മൾ എടുത്തുകൊണ്ട് നിന്നിട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തെ ആൾക്ക് പനിയും മറ്റോ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട. പിന്നെ ഒറ്റ മനുഷ്യരുടെ അടുത്ത് പോകത്തില്ല, ആൾ താഴത്തോട്ട് ഇറങ്ങത്തുമില്ല. ഇങ്ങനെ കയ്യിൽ തന്നെ ഇരിക്കണം. പിന്നെ നമ്മൾ എന്ത് ജോലി ചെയ്താലും ഞാൻ പിന്നെ അവളെ എടുത്തുകൊണ്ട് നടക്കണം കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ തന്നെ അവളെ എടുത്തത് അതിനകത്തോട്ട് ഇരുത്തിയതിന് ശേഷം ഇങ്ങനെ നടന്നെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യാം. ഇത് നമുക്ക് തിരിച്ചും വെക്കാം കേട്ടോ. അതായത് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തോട്ട് ആളെ തിരിച്ചിരുത്തുകയും ചെയ്യാം. അപ്പോൾ അവർ ഉറങ്ങുകയൊക്കെ ചെയ്യുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവർ സേഫായിട്ടിരുന്ന് ഉറങ്ങിക്കോളും. അങ്ങനെയൊക്കെ എന്തായാലും സംഭവം അടിപൊളിയാണ്. ഋതു ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവിടെ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ടാറ്റ കൊടുക്കുകയും പിന്നെ കാണുന്ന കാക്കേനെയും പിന്നെ പരന്തിനെയും എല്ലാം ടാറ്റയൊക്കെ കൊടുത്തിരിക്കുകയായിരുന്നു. ഞങ്ങളെപ്പോൾ വന്നാലും ഇതാ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിന്നിട്ട് പിന്നെ എവിടെയെങ്കിലും പോയി ഇരിക്കാറാണ് പതിവ്. എനിക്ക് ഈ ഡിസ്കിന് പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ബാക്ക് പെയിൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പം പിന്നെ വെറുതെ വേദന കൂട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങോട്ടും അങ്ങനെ മോളെ എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊന്നും ഇല്ല. കുറച്ച് നേരം മോളെ അവിടെ എന്തെങ്കിലും കാണിക്കും, പിന്നെ ഇവിടെയാണ് ഇരുന്നിട്ട് കാഴ്ചകളെ കാണത്തേയുള്ളൂ. പക്ഷെ ഇന്നിത് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞാൻ കുറേ നേരം ഋതുവായിട്ട് അതാ അവിടെയെല്ലാം വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ കളിയായിരുന്നു കേട്ടോ. അവളുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അന്നേരം ഞാൻ കരുതി കുറച്ച് നേരം കൂടെ അവിടേക്ക് നിന്ന് കളിക്കാമെന്ന്. അങ്ങനെ സൂര്യാസ്തമയം ഇതായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞ് ഋതുവിന് ഞാൻ സൂര്യനെയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് സൂര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം എന്താ ബോട്ടിലെടുത്ത് വെക്കും. ആളങ്ങനെ കുടിക്കത്തൊന്നുമില്ല, ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ ചപ്പി ഇരിക്കും. എന്നാലും ഇത്തിരിയെങ്കിലും ഉള്ളിൽ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കരുതി ഞാൻ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ബീച്ചിൽ വന്നേല്ലേ, ഇപ്പം നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ മോശമല്ലേ. അതുകൊണ്ട് എന്താ ഞങ്ങൾ ബജ്ജി കടയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടുന്ന് ആ ബജ്ജി വാങ്ങിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പെട്ടെന്നായിരുന്നു അറ്റാക്ക് ചെയ്യുന്നത് ഈ പരുന്തുകൾ കേട്ടോ. റാഞ്ചി കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം മാത്രം കിട്ടിയ മുട്ട ബജ്ജി. അങ്ങനെ ആ ഒരെണ്ണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും മുളക് ബജ്ജിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഇതാ പിന്നെ എനിക്കിവിടുന്ന് പോകാൻ മനസ്സ് വരുത്തേ ഇല്ല. ഈ ഉപ്പിലിട്ട സാധനങ്ങൾ കണ്ട ഇവിടെ വന്നാൽ എപ്പോഴും ഈ ഉപ്പിലിട്ട എന്തെങ്കിലും വാങ്ങിച്ച് ഞാൻ കഴിക്കാറുണ്ട്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടുന്ന് വന്നാൽ മെയിനായിട്ട് ഞാൻ വാങ്ങിക്കുന്നത് ഇതാ ഈ ഒരു പൈനാപ്പിളിൻ്റെ കേട്ടോ. പൈനാപ്പിൾ ഉപ്പിലിട്ടത് കഴിക്കാൻ എന്ത് ടേസ്റ്റാണ്.
ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ കേട്ടോ കഴിച്ചത്. അതിനുശേഷം പിന്നെ എവിടെ കണ്ടാലും വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ കിട്ടാറുണ്ടെങ്കിൽ അത് ഉപ്പിലിട്ട് വെക്കാറുണ്ട്. അങ്ങനെ അതിൽ നിന്നൊക്കെ ഓരോന്ന് കഴിച്ചിട്ട് ഇതാ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. അവിടെ പാട്ടൊക്കെ ഇട്ടിങ്ങനെ ആൾക്കാർ വണ്ടിയിലൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളും ആ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഞാനും ഋതുവും കുഞ്ഞിനും കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇതാ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ടീഷർട്ടില്ലേ, അത് ഒരെണ്ണം ഒരു സെറ്റ് വാങ്ങിക്കാമെന്ന് കരുതി കേട്ടോ ഋതുവിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ കണ്ടത് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് കണ്ട് എടുത്ത്, പക്ഷെ നല്ല തുണിയാണ് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്. 25 രൂപയേ ഉള്ളൂ ആ ഒരു ടീഷർട്ടിന്. അപ്പോൾ ഭയങ്കര ലാഭമല്ലേ, 100 രൂപയ്ക്ക് 4 എണ്ണം കിട്ടും. പിന്നെ അത് നമ്മൾ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യണമെന്ന് മാത്രം. അതിനകത്ത് ഒറ്റൊരു തയ്യലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരടിയും കൂടെ അടിക്കുകയാണെങ്കിൽ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും കേട്ടോ. എനിക്കത് മാത്രമാണ് അതിനകത്ത് തോന്നിയത്. അല്ലാതെ അടിപൊളിയാണ് സംഭവം. ഞാനത് ഇട്ട വീഡിയോസൊക്കെ ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് നേരെ ഇതാ നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇതാ വീട്ടിലോട്ട് വന്നു. നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം അവിടെയൊക്കെ പോയി തകർത്തയല്ലേ, അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. ഇനി അവിടെയെങ്കിലും കുറച്ച് നേരം ഇരിക്കണം, ഫുഡ് കഴിക്കണം, കിടക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.